ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. മുട്ട കൊണ്ടൊരു മുട്ടക്കോഴിയാണ്. അപ്പൊ നമ്മൾക്ക് വൈകിപ്പിക്കണ്ട, നേരെ വീട്ടിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആവശ്യമായ ഒരു സാധനം എന്താന്ന് വെച്ചാല് 2 കോഴിമുട്ട, നമുക്ക് കളേഴ്സ്, നമുക്കൊരു കത്രിക, പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോൾ. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്കിത് വേണ്ടത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇതുപോലത്തെ എഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഹോൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹോള് നമ്മൾ ഇതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു പേപ്പർ കഷ്ണം എടുക്കാം. ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നമ്മള് ഫെവിക്കോൾ ഇട്ടിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ മുട്ടന്റെ ബാക്ക് വശത്ത് നമ്മൾ അതിൽ ഇങ്ങനെ ഒരു ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ആ ഹോൾ അവിടെ ഫിൽ ആയിക്കോളും. ഇതേപോലെ നമ്മുടെ ആ ഹോൾ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള സംഭവം. ഇനി നമ്മൾ ഇതിന് പെയിന്റ് എടുക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് പെയിന്റ് എടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ ബ്ലാക്ക് പെയിന്റ്. റെഡ് പെയിന്റ് നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് നമ്മളത് നമ്മുടെ എഗ്ഗ് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ എഗ്ഗിൽ നമുക്ക് പെയിന്റിനെ ഫുള്ളായി അടിച്ചു കൊടുക്കണം. നമ്മളിത് ഇതേപോലെ നമ്മുടെ എഗ്ഗ് ഫുള്ളായിട്ട് നമ്മൾ ഈ പെയിന്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ എഗ്ഗ് പെയിന്റ് ചെയ്ത് തയ്യാറായിട്ടുണ്ട്. ഇതാ അപ്പൊ കണ്ടില്ലേ, ഇതാ ഇതേപോലെ ഫുൾ റെഡ് കളർ പെയിന്റ് എടുക്കണം. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ചിറകും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു വർഷം പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ട ചിറകും കാര്യങ്ങളും നമുക്ക് വരച്ചു കൊടുക്കാം. നമ്മള് സിമ്പിൾ ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ റഫായിട്ട് ഇതുപോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മളിതാ ഇതേപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് അതിൽ ഒട്ടിച്ചു കൊടുക്കണം. ശേഷം നമ്മുടെ കോഴിമുട്ട എടുക്കാം. എന്നിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ വെച്ചു കൊടുക്കണം. അപ്പൊ ഇതിങ്ങനെ വാല് പോലെ അവിടെ ഇരുന്നോളൂ. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ മേൽഭാഗത്തും അതേപോലെ നമ്മൾ ഒടിച്ചു കൊടുക്കണം. നമുക്ക് ഇതിന്റെ മേൽഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഒടിച്ചെടുക്കണം. അപ്പൊ അത് നമുക്കിത് ഏകദേശം നമുക്കിത് ഇതേപോലെ നമുക്ക് കിട്ടണമായിരിക്കും. കണ്ടില്ലേ, ഇതേപോലെ നമുക്കിനി ഇതിന് ഒരു കൊക്ക് കൂടെ ഉണ്ടാക്കി കൊടുക്കണം. കൊക്കിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് പശ തേച്ചിട്ട് നമുക്ക് അതിന് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇതിലൊരു 2 കാല് കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ കാല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ നമുക്ക് വേണം. അപ്പൊ നമുക്കൊരു പേപ്പർ എടുത്തിട്ട് അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു പീസായിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് രണ്ട് പീസായി കട്ട് ചെയ്തിട്ട് കോഴിനെ നമ്മൾ എടുക്കാം. കോഴി എടുത്തിട്ട് നമുക്ക് അതിനോടെ കറക്റ്റ് ഇവിടെ കാല് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് ഗമ്മ് ഇങ്ങനെ തേച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഈ ഗമ്മ് വെച്ച സ്ഥലം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധനം, നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ കിട്ടിയിരിക്കുന്നത് ഇതേപോലെയാണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കി ചെയ്യാം കേട്ടോ. നമ്മുടെ കോഴി ചിറകും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം. നമ്മൾ അവസാനം പെയിന്റ് ചെയ്ത് സാധനം എങ്ങനെയാണ് ആ ഗായ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ കോഴിക്കുട്ടൻ. എങ്ങനെയുണ്ട്? ഇതാണ് സംഭവം കിട്ടിയിരിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ സംഭവം പാളി പോലാണ് ഗായ്സ്. നമുക്കിത് അങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. സംഭവം പാളി സാധനം ഇതാ ഇങ്ങനെയാണ് ഉള്ളത്. എങ്ങനെയുണ്ട്? കൊളായില്ലേ? അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.